ഹൃദയം പരിശുദ്ധമായിരിക്കട്ടെ. ഇനി ഞാൻ ഇന്നൊരു പ്രാണമുദ്ര പിടിപ്പിച്ചായിരുന്നു. ഏതായിരുന്നു? യെസ്, മിടുക്കി. എന്റെ പേരെന്താ? അപാൻ മുദ്ര. ഇത് എന്തിനാ പിടിക്കണേ? യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കാതിരിക്കാൻ അല്ലേ? ഇതിന്റെ പേര് അപാൻ മുദ്ര. ഇനി ഞാൻ പറഞ്ഞായിരുന്നു വയറുവേദന പീരീഡ്സിന്റെ ഒക്കെ വരുമ്പം രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു എമർജൻസി മുദ്രയായിട്ട് ഒരു തത്വമുദ്രയോ ഒരു പ്രാണമുദ്രയും കൂടെ മിക്സ് ചെയ്ത് പിടിക്കാം. അപാൻ വായു, അതായത് വായുമുദ്ര പിടിക്കുക, അതിന്റെ കൂടെ അപാൻ മുദ്രയും കൂടെ പിടിക്കുക. അപ്പോ അപാൻ വായുമുദ്ര. ഓക്കെ, എമർജൻസി മുദ്രയാണ്. പാൽപിറ്റേഷൻ വരുമ്പോ അതുപോലെ തന്നെ എന്താ, യെസ്, ചൂണ്ടുവിരലും മടക്കി താഴേക്ക് വെക്കുക, നടുവിരലും മോതിരവിരലും കൂടെ പെരുവിരലിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക. അപാൻ വായുമുദ്ര. ഓക്കെ, പീരീഡ്സിന്റെ പെയിനിൽ നിന്നൊക്കെ രക്ഷയാണ്. ഓക്കെ, ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ആണ്. എല്ലാ മുദ്രയും 15 മിനിറ്റ് ആണ് കണ്ടിന്യൂസ്ലി പിടിക്കാൻ പറ്റണത്. ഓക്കെ, അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻ ഉണ്ടാകും. പീരീഡ്സ് വരില്ലാത്തോണ്ടാണ് പിടിക്കാത്ത ഇയാള് പിടിച്ചേ. അല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. വായു എന്റെ അടുത്ത് വന്നാൽ മുദ്ര പിടിക്കണം. നിങ്ങൾക്കല്ലേ ഹൃദയമില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലേ? ഹൃദയത്തിന് ഏനക്കേട് വരുമ്പോ പിടിക്കുക, അങ്ങട് രണ്ട് കയ്യിലും പിടിക്കണം. അത് എവിടെ കൊണ്ട് വെക്കണം? പഠിച്ചോ? പഠിച്ചില്ലേ? ഹൃദയത്തിന്. ഹൃദയത്തിന്റെ പേരെന്താ? അപാൻ വായുമുദ്ര. അപാൻ വായുമുദ്ര മറക്കരുത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച മുദ്രകൾ ഏതൊക്കെയാണ്? 3 മുദ്ര തത്വമുദ്ര പഠിപ്പിച്ചു. വായുമുദ്ര, ഇന്ദ്രമുദ്ര, വരുണമുദ്ര. ഓക്കെ, മുദ്ര എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് 5 എണ്ണം പഠിച്ചാൽ തീരണതല്ല. അതൊരു കടല് പോലെ കിടക്കണ സാധനമാണ്. ഓക്കെ, നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമായിരിക്കട്ടെ. സുഖമില്ലേ? യെസ്, കറക്റ്റ്. വരും, ഉറപ്പായിട്ട് വരും.